ഒരു ലഹരി കേസിൽ പിടിക്കപ്പെട്ടയാളോട് ആർക്കെങ്കിലും സ്നേഹം തോന്നാറുണ്ടോ? എന്നാൽ ഒരൊറ്റ പ്രതികരണം കൊണ്ട് അയാളെ മലയാളികൾ അറിയാതെ ഇഷ്ടപ്പെടുകയാണ്. ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന ആളാണ്. തന്നെ കാണുന്ന കൊച്ചുകുട്ടികളിൽ ഇത് സ്വാധീനം ചെലുത്താം. അതിനാൽ കള്ളുകുടിയും പുകവലിയും നിർത്താൻ ശ്രമിക്കുമെന്ന വേടൻ്റെ വാക്കുകളുണ്ടല്ലോ, അതൊരു പ്രതീക്ഷയാണ്. ഇങ്ങനെ തെറ്റുതിരുത്താനുള്ള അയാളുടെ മനോഭാവം ഒരു സന്ദേശം കൂടിയാണ്. അതേസമയം പുലിപ്പല്ല് കേസിൽ വേടനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ലെന്ന കോടതിയുടെ നിരീക്ഷണം വനംവകുപ്പിന് തിരിച്ചടിയായിരിക്കും. വനംവകുപ്പിൻ്റെ നടപടികളിൽ വകുപ്പ് മന്ത്രിയടക്കം അസംതൃപ്തി പ്രകടിപ്പിച്ചതിനാൽ കേസിലെ തുടർ നീക്കങ്ങൾ മന്ദഗതിയിലാകാനാണ് സാധ്യത. ഇരട്ടനീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ 2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, അത് ചോറക്കത്തിനുള്ള ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാനില്ല. മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഒരാളല്ല, ഞാനൊരു കലാകാരനാണ്. ഞാൻ എന്റെ കല ചെയ്യുന്നു, ആ കല നിങ്ങൾ കേൾക്കുന്നു. തനിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് ഹിരൺദാസ് മുരളി എന്ന വേടൻ തിരിച്ചറിയുന്നുണ്ട്. ആ വാക്കുകളിൽ ഉടനീളം അത് പ്രകടമാണ്. തിരുത്താൻ ശ്രമിക്കുമെന്ന് സമൂഹത്തോട് പറയുന്ന വേടൻ സമൂഹത്തിൽ പക്ഷേ എല്ലാവരും തുല്യരല്ല എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അതിലൂടെ തന്റെ രാഷ്ട്രീയവും നിലപാടും തന്നെയാണ് റാപ്പർ വേടൻ അടയാളപ്പെടുത്തുന്നത്. എഴുത്തും പാട്ടും തുടരുമെന്ന് പ്രഖ്യാപിക്കുന്ന വേടന് ഒരു പരിധിവരെ ആശ്വാസമാണ് ജാമ്യവ്യവസ്ഥയിലെ കോടതി പരാമർശങ്ങൾ. പുലിപ്പല്ല് കേസിൽ വനംവകുപ്പിന്റെ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയാണ് കോടതിയുടെ നിരീക്ഷണം. മൃഗവേട്ടയടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളാണ് റാപ്പർ വേടനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ കോടതി ഇതിനെ തള്ളുന്നു. വേടൻ പുലിയെ വേട്ടയാടി എന്നതിന് വനംവകുപ്പിന് പരാതിയില്ല. വേടനെതിരെ സമാനമായ കുറ്റകൃത്യങ്ങളുമില്ലെന്ന് കോടതിയുടെ ജാമ്യ ഉത്തരവിൽ പറയുന്നു. ഒപ്പം പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും ഇത് നടന്നിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഒരു തെളിവുമില്ലാതെയാണ് ഗുരുതര വകുപ്പുകൾ വനംവകുപ്പ് വേടനെതിരെ ചുമത്തിയതെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. കേരളം വിട്ടു പോകരുതെന്നും പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നുള്ള വ്യവസ്ഥകൾ ഇതിൽപ്പെടുന്നു. അതേസമയം വനംവകുപ്പ് വേടനെതിരെയുള്ള കേസിൽ അനാവശ്യ തിടുക്കം കാണിച്ചുവെന്ന പരാതി പൊതുവിൽ ഉയരുന്നുണ്ട്. വനം മന്ത്രിയും ഇതേ നിലപാടിലാണ്. കോടനാട് റേഞ്ച് ഓഫീസറിൽ നിന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ വിശദീകരണം ആവശ്യപ്പെട്ടു. നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമാണ് കേസ് കൈകാര്യം ചെയ്തതെന്നാണ് പ്രാഥമിക വിശദീകരണമെങ്കിലും ഉദ്യോഗസ്ഥതല നടപടിക്ക് സാധ്യതയുണ്ട്. പുലിപ്പല്ല് നൽകിയ ആളെ കണ്ടെത്താനും ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള നീക്കത്തിലുമായിരുന്നു വനം വകുപ്പ്. മന്ത്രിയടക്കം ഇക്കാര്യങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചതിനാൽ ഇനിയുള്ള നീക്കം മന്ദഗതിയിലാകാനാണ് സാധ്യത. ന്യൂസ് 18 കൊച്ചി.